ഗുഡ് ഈവനിങ് ഓൾ ഓഫ് യു. അപ്പം നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് TPLF ആണ്. അപ്പൊ ടൈറ്റിൽ ഹെഡിങ് ഇത് എഴുതി വെച്ചിരിക്കണേ. 212 ഫോക്കസ് ഏരിയക്കകത്ത് മൂന്നാം കക്ഷി വ്യവഹാര ഫണ്ടിങ് എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ട്. അപ്പൊ അത് ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കാം. മൂന്നാം കക്ഷി വ്യവഹാര ഫണ്ടിങ്. ഇപ്പോൾ ക്വസ്റ്റ്യൻ ഇതാണ്: പൊതു താല്പര്യ വ്യവഹാരങ്ങൾക്ക് TPLF സഹായിക്കുന്നു. ബാർ കൗൺസിൽ ഓഫ് ഇന്ത്യ വേഴ്സസ് AK ബാലാജി എന്ന വിധിന്യായത്തിൽ സുപ്രീം കോടതി TPLFന് പച്ചക്കൊടി കാണിച്ചു. വേഗത്തിലുള്ള കോടതി വിധികൾ ഉറപ്പാക്കാൻ TPLF. ഇതിനകത്ത് ഏതാണ് ശരിയായിട്ട് വരുന്നത്? മൂന്നാം കക്ഷി വ്യവഹാര ഫണ്ടിങ്ങിനെ പറ്റിയിട്ട് ശരിയായിട്ട് വരുന്നത് ഓപ്ഷൻ എ ആണ് വരുന്നത്. അപ്പൊ നോക്കാം ഡീറ്റെയിൽഡ് ആയിട്ട്. അതായത് ഒരു കേസിൽ നേരിട്ട് പങ്കാളിയല്ലാത്ത അല്ലെങ്കിൽ താല്പര്യമില്ലാത്ത ഒരു മൂന്നാം കക്ഷി, അത് ഒന്നുകിൽ ഒരു വ്യക്തിയാകാം അല്ലെങ്കിൽ ഒരു കമ്പനി ആകാം, കേസ് നടത്തുന്ന ആളുടെ ലീഗൽ ചെലവുകൾ വഹിക്കുന്ന രീതിക്ക് പറയുന്ന പേര്. അതായത് ഒരു കേസിൽ നേരിട്ട് പങ്കാളിയല്ലാത്ത വ്യക്തി അല്ലെങ്കിൽ താല്പര്യമില്ലാത്ത ഒരു മൂന്നാം കക്ഷി കേസ് നടത്തുന്നയാളുടെ ലീഗൽ ചെലവുകൾ വഹിക്കുന്ന രീതി പറയുന്ന പേരാണ്. കേസ് ജയിച്ചാൽ ലഭിക്കുന്ന തുകയിൽ ഒരു വിഹിതം ഫണ്ടിങ് നടത്തിയ സ്ഥാപനത്തിന് വ്യക്തിക്ക് നൽകും. കേസ് ജയിച്ചു കഴിഞ്ഞാൽ തുകയിൽ ഒരു വിഹിതം ഫണ്ടിങ് നടത്തിയ സ്ഥാപനത്തിന് അല്ലെങ്കിൽ വ്യക്തിക്ക് നൽകും. കേസ് തോറ്റാൽ സാധാരണയായി ഈ തുക തിരിച്ചടയ്ക്കേണ്ടതില്ല. അപ്പൊ ഇത് ഇങ്ങനെയാണ് സംഭവിക്കുന്നത്. അപ്പൊ അതായത് ഒരു കേസിൽ നേരിട്ട് പങ്കാളിയല്ലാത്ത അല്ലെങ്കിൽ താല്പര്യമില്ലാത്ത ഒരു മൂന്നാം കക്ഷി കേസ് നടത്തുന്നയാളുടെ ലീഗൽ ചെലവുകൾ വഹിക്കുന്ന രീതിക്ക് പറയുന്ന പേരാണ് ഈ പറയുന്ന തേർഡ് TPLF എന്ന് പറയുന്നത്. TPLF അതായത് തേർഡ് പാർട്ടി ലിറ്റിഗേഷൻ ഫണ്ടിങ് എന്നാണ് ഇതിന്റെ ഫുൾ ഫോം. എന്താണ്? തേർഡ് പാർട്ടി ലിറ്റിഗേഷൻ ഫണ്ടിങ് എന്നാണ്. തേർഡ് പാർട്ടി ലിറ്റിഗേഷൻ ഫണ്ടിങ്. സാമ്പത്തിക ബുദ്ധിമുട്ട് കാരണം കോടതികളെ സമീപിക്കാൻ സാധിക്കാത്ത വ്യക്തികൾക്കോ ഗ്രൂപ്പുകൾക്കോ നിയമ പോരാട്ടത്തിനുള്ള സാമ്പത്തിക സഹായം നൽകാൻ മൂന്നാം കക്ഷി വ്യവഹാര ഫണ്ടിങ് വഴി സാധിക്കുന്നു. ഇത് നീതി ലഭ്യമാക്കുന്ന പ്രക്രിയയെ പിന്തുണയ്ക്കുന്നു. അപ്പൊ നോക്കാം. സാമ്പത്തിക ബുദ്ധിമുട്ട് കാരണം കോടതികളെ സമീപിക്കാൻ സാധിക്കാത്ത വ്യക്തികൾക്കോ ഗ്രൂപ്പുകൾക്കോ നിയമ പോരാട്ടത്തിനുള്ള സാമ്പത്തിക സഹായം നൽകാൻ മൂന്നാം കക്ഷി വ്യവഹാര ഫണ്ടിങ് വഴി സാധിക്കുന്നു. അപ്പൊ പ്രധാനമായിട്ടും ഇത് എന്തുമായി ബന്ധപ്പെട്ടിട്ടാണ്? ഫിനാൻഷ്യൽ ട്രബിൾ മൂലം കോടതികളെ സമീപിക്കാൻ സാധിക്കാത്ത മൂന്നാം കക്ഷി ആൾക്കാർക്ക് ഫണ്ടിങ് കൊടുക്കുന്നു. ദാറ്റ്സ് ഓൾ. തേർഡ് പാർട്ടി ലിറ്റിഗേഷൻ ഫണ്ടിങ് എന്നാണ് ഇതിന്റെ പേരെന്ന് പറഞ്ഞത്. ഇത് നീതി ലഭ്യമാക്കുന്ന പ്രക്രിയ, അതായത് ജസ്റ്റിസിനെ പിന്തുണയ്ക്കുന്നുണ്ട്. ഇനി 2018 ബാർ കൗൺസിൽ ഓഫ് ഇന്ത്യ വേഴ്സസ് AK ബാലാജി കേസിൽ അഭിഭാഷകർ അല്ലാത്ത മൂന്നാം കക്ഷികൾ കേസുകൾക്ക് സാമ്പത്തിക സഹായം നൽകുന്നതിൽ ഇന്ത്യയിൽ നിയമപരമായ തടസ്സമില്ലെന്ന് സുപ്രീം കോടതി വ്യക്തമാക്കിയിരുന്നു. ഓക്കെ, അപ്പൊ ഏത് കേസിലാണ് ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞിരുന്നത്? 2018 ബാർ കൗൺസിൽ ഓഫ് ഇന്ത്യ വേഴ്സസ് AK ബാലാജി കേസിൽ. ബാർ കൗൺസിൽ ഓഫ് ഇന്ത്യ വേഴ്സസ് AK ബാലാജി കേസിലാണ് അഭിഭാഷകർ അല്ലാത്ത മൂന്നാം കക്ഷികൾ കേസുകൾ സാമ്പത്തിക സഹായം നൽകുന്നതിൽ ഇന്ത്യയിലെ നിയമപരമായ തടസ്സമില്ല എന്ന് ആര് വ്യക്തമാക്കി? സുപ്രീം കോടതി വ്യക്തമാക്കിയ കേസാണ് ഏത്? AK ബാലാജി കേസ് ബാർ കൗൺസിൽ ഓഫ് ഇന്ത്യ. അതായത് മൂന്നാം കക്ഷികൾക്ക് കേസുകൾക്ക് എന്ത് കൊടുക്കാൻ പറ്റുന്നതാണ്? സാമ്പത്തിക സഹായം നൽകാം. എന്നാൽ കേസ് നടത്തുന്ന അഭിഭാഷകർ നേരിട്ട് ഫണ്ടിങ് നടത്തുന്ന വിലക്കിയിട്ടുണ്ട്. അപ്പൊ ആർക്ക് പറ്റത്തില്ല? വക്കീലന്മാർക്ക് ഫണ്ടിങ് പറ്റത്തില്ല. പക്ഷെ വേറൊരു വ്യക്തികൾക്കോ അല്ലെങ്കിൽ സ്ഥാപനങ്ങൾക്കോ ഒക്കെ എന്ത് ചെയ്യാൻ പറ്റുന്നതാണ്? ഫണ്ടിങ് നടത്താവുന്നത് ആണ്. പക്ഷെ ആർക്ക് പറ്റത്തില്ല? നടത്തുന്ന അഭിഭാഷകർ നേരിട്ട് ഫണ്ടിങ് നടത്തുന്നത് വിലക്കിയിട്ടുണ്ട്. ക്ലിയർ? അപ്പൊ അതാണ് രണ്ടാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇനിയും TPLF എന്നത് കേസുകൾക്ക് എന്ത് നൽകുന്നത് മാത്രമേ ഉള്ളൂ? സാമ്പത്തിക സഹായം നൽകുന്ന ഒരു സംവിധാനം മാത്രമാണ്. ഇത് കോടതി നടപടികളുടെ വേഗതയെയോ വിധിന്യായങ്ങൾ വേഗത്തിലാക്കുന്നതിനെയോ നേരിട്ട് ബാധിക്കുന്നില്ല. കോടതി നടപടികളുടെ വേഗത കൂട്ടുന്നുണ്ടോ? അതായത് ഫണ്ടിങ് കൊടുത്തതെന്ന് പറഞ്ഞിട്ട് കാര്യങ്ങൾ സ്പീഡിൽ ചെയ്യുവോ? ഇല്ല. വിധിന്യായങ്ങൾ വേഗത്തിലാക്കുന്നതിനോ നേരിട്ട് ബാധിക്കുന്നുണ്ടോ? ഇല്ല. ഓൺലി ഫിനാൻഷ്യൽ സപ്പോർട്ട് മാത്രമാണ് TPLF എന്ന് പറയുന്ന സംഭവം വന്നിരിക്കുന്നത്. മനസ്സിലായോ? TPLF എന്ന് പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഓൺലി ഫിനാൻഷ്യൽ സപ്പോർട്ട് ആണ്. തേർഡ് പാർട്ടി ലിറ്റിഗേഷൻ ഫണ്ട് എന്നിട്ടാണ് TPLFന്റെ പൂർണ്ണ രൂപം. ബാർ കൗൺസിൽ ഓഫ് ഇന്ത്യ വേഴ്സസ് AK ബാലാജി എന്ന വിധിന്യായത്തിൽ സുപ്രീം കോടതി TPLFന് പച്ചക്കൊടി കാണിച്ചു. ശരിയാണല്ലോ? ഓക്കെ, വേഗത്തിലുള്ള കോടതി വിധികൾ ഉറപ്പാക്കാൻ TPLF ഉണ്ടോ?
ഇല്ല. അപ്പൊ നമുക്ക് ഈ പൊതു താല്പര്യ ഹർജി റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കണം. അത് NCERT ഓറിയന്റ് ചെയ്തിട്ടാണ് നമ്മളിപ്പം പഠിക്കാൻ പോകുന്നത്. ഇനി അത് കൂടാതെ ഈ സാമ്പത്തികമോ വ്യക്തിപരമോ ആയ നേട്ടങ്ങൾ ലക്ഷ്യമിടാതെ പൊതുസമൂഹത്തിന്റെ നന്മയ്ക്കോ നീതി നിഷേധിപ്പിക്കപ്പെടുന്ന ഒരു വിഭാഗത്തിനോ വേണ്ടി വ്യക്തികളോ സംഘടനകളോ കോടതിയിൽ സമർപ്പിക്കുന്ന ഹർജികളാണ് ഏത് പൊതു താല്പര്യ ഹർജി എന്ന് പറഞ്ഞിരിക്കുന്നത്. എന്താണ്? സാമ്പത്തികമോ വ്യക്തിപരമോ ആയ നേട്ടങ്ങൾ ലക്ഷ്യമിടാതെ ആർക്കു വേണ്ടിയിട്ടാണ്? പൊതുസമൂഹത്തിന്റെ നന്മയ്ക്കോ നീതി നിഷേധിക്കപ്പെടുന്ന ഒരു വിഭാഗത്തിനോ വേണ്ടി വ്യക്തികളോ സംഘടനകളോ കോടതിയിൽ സമർപ്പിക്കുന്നതാണ് പൊതു താല്പര്യ ഹർജി, പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇപ്പൊ പ്രിയദർശിനി ബസ്സുമായി ബന്ധപ്പെട്ട് ലേറ്റസ്റ്റ് ആയിട്ട് പ്രശ്നങ്ങളൊക്കെ വന്ന ടൈമിൽ ഹൈക്കോടതി അത് തള്ളിയത് നിങ്ങൾ കണ്ടു കാണും. അതുപോലെ തന്നെ കോച്ചിങ് സെന്ററുകൾക്ക് വിലങ്ങിടാൻ വേണ്ടിയിട്ട് സുപ്രീം കോടതിയിൽ ഒരു പൊതു പരിഹാര പൊതു താല്പര്യ ഹർജി സമർപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതിനെ തുടർന്നിട്ട് കോച്ചിങ് ക്ലാസ്സുകളിൽ മാത്രമുള്ള സംഭവങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള അന്യായമായ BC ഈടാക്കുന്നതും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇപ്പൊ വന്നിട്ടുണ്ടല്ലോ. മീൻസ് അവരുടെ ഫസ്റ്റ് റാങ്ക് ഒക്കെ വെച്ചിട്ട് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, ആഡ് കൊടുക്കാൻ പറ്റത്തില്ല എന്നിട്ടുള്ള കാര്യങ്ങൾ പൊതു താല്പര്യ ഹർജി പ്രകാരം സുപ്രീം കോടതി ഇപ്പൊ അടുത്തിടെ നിർത്തലാക്കിയത്. അപ്പൊ ഇതെല്ലാം എന്താണ്? പൊതു താല്പര്യ ഹർജിയുമായി ബന്ധപ്പെട്ടാണ്. സാമ്പത്തികമോ വ്യക്തിപരമോ ആയ നേട്ടങ്ങൾ ലക്ഷ്യമിടാതെ പൊതുസമൂഹത്തിന്റെ നന്മയ്ക്കോ നീതി നിഷേധിക്കപ്പെടുന്ന ഒരു വിഭാഗത്തിനോ വേണ്ടി വ്യക്തികളോ സംഘടനകളോ കോടതിയിൽ സമർപ്പിക്കുന്ന ഹർജിയാണ് ഇതെന്ന് പറഞ്ഞത്. നോർമലി ഇത് നമ്മൾക്ക് എവിടെ പറ്റും? 32 പ്രകാരം സുപ്രീം കോടതിയിലോ ആർട്ടിക്കിൾ 226 പ്രകാരം ഹൈക്കോടതിയിലോ പറ്റുന്നതാണ്. ഇനി സമൂഹത്തെ ബാധിക്കുന്ന വിഷയങ്ങളിൽ ഏതൊരു പൗരനും സാമൂഹിക സംഘടനകൾക്കും പൊതു താല്പര്യ ഹർജി നൽകാൻ പറ്റും. സമൂഹത്തെ ബാധിക്കുന്ന വിഷയങ്ങളിൽ ഏതൊരു പൗരനും സാമൂഹിക സംഘടനകൾക്കും എന്ത് നൽകാവുന്നതാണ്? പൊതു താല്പര്യ ഹർജി നൽകാവുന്നതാണ്. നേരിട്ട് ബാധിക്കപ്പെടുന്ന വ്യക്തി തന്നെ യാതൊരുവിധ നിർബന്ധവും ഇല്ല. അതാണ് പൊതു താല്പര്യ ഹർജി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പ്രധാനമായിട്ടും ഇതിനകത്ത് വരുന്നത് പരിസ്ഥിതി മലിനീകരണവുമായി ബന്ധപ്പെട്ട് പറ്റും, അഴിമതിയുമായി ബന്ധപ്പെട്ട്, മനുഷ്യ അവകാശ ലംഘനം, പൊതുസുരക്ഷ, ബാലവേല തുടങ്ങിയ വിഷയങ്ങൾ ഇതിനകത്ത് ഉൾപ്പെടുന്നു. അതായത് മനുഷ്യാവകാശ ലംഘനം, ബാലവേല, പൊതുസുരക്ഷ, അഴിമതി, പരിസ്ഥിതി മലിനീകരണം തുടങ്ങിയവയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ആണ് ഇതിനകത്ത് ഉൾപ്പെട്ടിരിക്കുന്നത്. ഇപ്പൊ പരിഗണിക്കുന്ന വിഷയം പരിസ്ഥിതി മലിനീകരണം, അഴിമതി, മനുഷ്യാവകാശ ലംഘനം, പൊതുസുരക്ഷ, ബാലവേല തുടങ്ങിയ വിഷയങ്ങളാണ് ഇതിനകത്ത് ഉൾപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഹർജിക്കാരൻ വിഷയത്തെക്കുറിച്ചുള്ള വിശദാംശങ്ങളും തെളിവുകളും സഹിതം ഒരു അഭിഭാഷകൻ മുഖേനയോ നേരിട്ടോ ഹൈക്കോടതിയിലോ സുപ്രീം കോടതിയിലോ അഫിഡാവിറ്റ് സഹിതം സമർപ്പിക്കേണ്ടതാണ്. ഹർജിക്കാരൻ വിഷയത്തെക്കുറിച്ചുള്ള വിശദാംശങ്ങളും തെളിവുകളും സഹിതം ഒരു അഭിഭാഷകൻ മുഖേനയോ നേരിട്ടോ ഹൈക്കോടതിയിലോ സുപ്രീം കോടതിയിലോ അഫിഡാവിറ്റ് സഹിതം സമർപ്പിക്കണം. ജസ്റ്റിസ് PN ഭഗവതി, ജസ്റ്റിസ് VR കൃഷ്ണയ്യർ എന്നിവരാണ് ഇന്ത്യയിൽ ഇതിന് തുടക്കം കുറിച്ചിട്ടുള്ളത്. ഇത് നമ്മൾ കടമെടുത്തിരിക്കുന്നത്, അതായത് ഈ പൊതു താല്പര്യ ഹർജി എന്ന് പറഞ്ഞിരിക്കുന്ന സംഭവം ഏത് രാജ്യത്തു നിന്ന് കടമെടുത്തത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അമേരിക്കയിൽ നിന്ന് എന്ന കാര്യം ഓർത്ത് വെച്ചേക്കാം. ഒന്നുകൂടെ ഓർത്ത് വെച്ചേക്കാം. ഇന്ത്യയിൽ ഇതിന് സ്റ്റാർട്ട് ചെയ്തത് PN ഭഗവതിയും ജസ്റ്റിസ് VR കൃഷ്ണയ്യറും ആണ്. മനസ്സിലായോ? PN ഭഗവതിയും ജസ്റ്റിസ് VR കൃഷ്ണയ്യറുമാണ്. ഹർജിക്കാരൻ വിഷയങ്ങളെ കുറിച്ചുള്ള വിശദാംശങ്ങളും തെളിവുകളും സഹിതം ഒരു അഭിഭാഷകൻ മുഖേനയോ നേരിട്ടോ ഹൈക്കോടതിയിലോ സുപ്രീം കോടതിയിലോ അഫിഡാവിറ്റ് സഹിതം സമർപ്പിക്കേണ്ടതാണ്. ഇനിയും ഇതുമായി ബന്ധപ്പെട്ട ആദ്യത്തെ കേസ്, ഇതെല്ലാം NCERT-ക്കകത്ത് ഉള്ള കണ്ടന്റുകളാണ്. അപ്പൊ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചേക്കണം. അതായത് ഹുസൈനാര ഖാത്തൂൻ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് ബീഹാർ ആണ് ആദ്യത്തെ പൊതു താല്പര്യ ഹർജി കേസ് എന്ന് പറഞ്ഞിരിക്കുന്നത്. അതായത് തടവുകാരുടെ അവകാശങ്ങളുമായി ബന്ധപ്പെട്ടായിരുന്നു പൊതു താല്പര്യ ഹർജിയിൽ ആദ്യത്തേത് എന്ന് പറഞ്ഞിരിക്കുന്നതാണ്. തടവുകാരുടെ അവകാശങ്ങളുമായി ബന്ധപ്പെട്ടതായിരുന്നു ആദ്യത്തെ പൊതു താല്പര്യ ഹർജി കേസ് എന്ന് പറഞ്ഞിരിക്കുന്നത്. വർഷം 1979 ഇത് ആദ്യമായിട്ട് സമർപ്പിച്ചത്. ഹുസൈനാരോ ഖാത്തൂൻ വേഴ്സസ് എന്താണ്? ഹുസൈനാരോ ഖാത്തൂൻ. ഈ ഖാത്തൂന്റെ കാര്യം ഒന്ന് ഓർത്ത് വെച്ചാൽ ഖാത്തൂൻ. ഇനി 1981 SP ഗുപ്ത വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ കേസ് ജഡ്ജിമാരുടെ ട്രാൻസ്ഫറുമായി ബന്ധപ്പെട്ട് ഈ കേസിലാണ് PN ഭഗവതി ഇതിന്റെ വ്യാപ്തി വ്യക്തമാക്കിയത്. അപ്പം രണ്ടാമത്തെ കേസ് 1981 SP ഗുപ്ത വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ. SP ഗുപ്ത വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന കേസാണ് രണ്ടാമത്തത്. ഇനി പോസ്റ്റ് കാർഡ് ഹർജി. കോടതിക്ക് ലഭിക്കുന്ന കത്തുകളോ ടെലഗ്രാമുകളോ പോലും പൊതു പ്രാധാന്യമുണ്ട് എങ്കിൽ ഈ ഒരു പൊതു താല്പര്യ ഹർജിയായിട്ട് സ്വീകരിക്കാം. അതായത് കോടതി സ്വമേധയാ കേസെടുത്തു എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കേട്ടിട്ടില്ലേ? ഒന്നുകിൽ കത്തുകൾ വഴിയിട്ടോ ടെലഗ്രാമുകൾ പോലെയുള്ള പോലും ഒരു പൊതു പ്രാധാന്യമുണ്ട് എങ്കിൽ പൊതു താല്പര്യ ഹർജിയായിട്ട് സ്വീകരിക്കാൻ ആർക്ക് അധികാരമുണ്ട്? ഏത് കേസിനെ ബേസ് ചെയ്തിട്ടാണ് പറയുന്നത്?
സുനിൽ ബത്ര കേസിനെ ബേസ് ചെയ്തിട്ട്. അപ്പൊ ഈ 3 കേസും നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു വെക്കണം. അതായത് പൊതു താല്പര്യ ഹർജിയുമായി ബന്ധപ്പെട്ട് 1979 ഉസൈനാര ഖാത്തൂൻ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് ബീഹാർ, ഉസൈനാര ഖാത്തൂൻ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് ബീഹാർ. ഇനിയും പിന്നെ മാഗ്ന കാർട്ട പോലെ ഉള്ള സംഭവങ്ങൾ, അതായത് ജഡ്ജിമാരുടെയും കേസ് ജഡ്ജിമാരുടെ ട്രാൻസ്ഫറുമായി ബന്ധപ്പെട്ട കേസിലാണ് PN ഭഗവതി ഇതിന്റെ വ്യാപ്തി വ്യക്തമാക്കിയത്. SP ഗുപ്ത കേസ് ഓർത്ത് വെച്ചേക്കാം, SP ഗുപ്ത. നെക്സ്റ്റ് എന്താണ്, സുനിൽ ബത്ര കേസിലാണ് നോർമലി നമ്മൾക്ക് കോടതിക്ക് ലഭിക്കുന്ന കത്തുകളോ ടെലഗ്രാമുകളോ, അതായത് പോസ്റ്റ് ഹാർഡ് ഹർജി എന്ന പേരിൽ ബേസ് ഇതിന് കാരണമായത് സുനിൽ ബത്ര കേസിനെ അതിനെ ബേസ് ചെയ്തിട്ടാണ് പിന്നെ സുപ്രീം കോടതിയായാലും ഹൈക്കോടതിയായാലും സ്വമേധാ പൊതു താല്പര്യ ഹർജി പോലെ തന്നെ അവർ അപേക്ഷ കൊടുത്തിട്ടില്ലെങ്കിൽ പോലും എന്ത് ചെയ്യാൻ പറ്റുന്നത്, അതിന് സ്വമേധയാ കേസ് എടുക്കുന്നത്. അപ്പൊ ഈ 3 മസ്റ്റായിട്ട് പഠിച്ചു വെക്കണം. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഇനി ഇത് ബാധകമാകാത്തത്, ഇപ്പം പ്രധാനമായിട്ടും ഇങ്ങനെയൊക്കെ വെച്ചിട്ട് മേ ബി ചോദിക്കാം. മെഡിക്കൽ എഞ്ചിനീയറിംഗ് പ്രവേശന പരീക്ഷ ഉണ്ടല്ലോ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ വ്യക്തിഗത അഡ്മിഷൻ സംബന്ധിച്ച വിഷയങ്ങൾക്കകത്ത് എന്ത് ചെയ്യാൻ പറ്റുമോ, പൊതു താല്പര്യ ഹർജിക്കകത്ത് കൊടുക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല എന്ന് പറയണം. മെഡിക്കൽ എഞ്ചിനീയറിംഗ് പ്രവേശന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ വ്യക്തിഗത അഡ്മിഷൻ സംബന്ധിച്ച വിഷയങ്ങളായതുകൊണ്ട് അത് പൊതു താല്പര്യ, അതായത് പൊതു താല്പര്യ ഹർജിയിൽ ഈ ഭൂമി തർക്കം, പിന്നെ വീട്ടിലുള്ള പ്രശ്നങ്ങൾ, അങ്ങനെയൊക്കെയുള്ള ഒരു കാര്യങ്ങളും എന്തെടുക്കത്തില്ല. അതായത് വ്യക്തിപരമായിട്ടുള്ള ഒരു കാര്യങ്ങളും ഏത് കണ്ടന്റിനകത്ത് എടുക്കാൻ പറ്റത്തില്ല, പൊതു താല്പര്യ ഹർജിക്കകത്ത് എടുക്കാൻ സാധിക്കുന്നതല്ല. മനസ്സിലായോ? ഇനി സർവീസ് മാറ്ററുകൾ, സർക്കാർ ജീവനക്കാരുടെ ജോലി, പ്രമോഷൻ, വിരമിക്കൽ തുടങ്ങിയവ വ്യക്തിഗത തൊഴിൽ തർക്കങ്ങൾ, അതായത് വ്യക്തിഗത തൊഴിൽ തർക്കങ്ങൾ പൊതു താല്പര്യ ഹർജി പ്രകാരം പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല. സർക്കാർ ജീവനക്കാരുടെ ജോലി, പ്രമോഷൻ, വിരമിക്കൽ തുടങ്ങിയ വ്യക്തിഗത തൊഴിൽ തർക്കങ്ങൾ പൊതു താല്പര്യ ഹർജി പ്രകാരം പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല. ദെൻ കെട്ടിട വാടക തർക്കങ്ങൾ, ഭൂ ഉടമയും വാടകക്കാരനും തമ്മിലുള്ള വ്യക്തിപരമായ കേസുകൾ ഏത് കാറ്റഗറിയിൽ ഉൾപ്പെടുന്നുണ്ടോ പൊതു താല്പര്യ ഹർജിയിൽ, അതായത് നോർമലി ഏത് കാറ്റഗറിയുമായി ബന്ധപ്പെട്ടതൊന്നും വരത്തില്ല. അതായത് പേഴ്സണൽ കാര്യങ്ങളും സർവീസ് മാറ്റേഴ്സും കെട്ടിട വാടക തർക്കങ്ങളും മെഡിക്കൽ എഞ്ചിനീയറിംഗ് പ്രവേശനം ഒന്നും എന്ത് വരത്തില്ല, പൊതു താല്പര്യ ഹർജിക്കകത്ത് വരത്തില്ല. കാര്യം അതിനകത്ത് വ്യക്തിഗത വിവരങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് ആ കാര്യങ്ങളൊന്നും എന്ത് ചെയ്യാൻ പറ്റത്തില്ല, പൊതു താല്പര്യ ഹർജി പ്രകാരം ഒരു കാരണവശാലും പിന്നെ കേസ് കൊടുക്കാൻ സാധിക്കത്തില്ല. ക്ലിയർ? ഇനി നമ്മൾ ഈ സംഭവം വരുന്നത് എന്ന് പറഞ്ഞിരിക്കുന്നത് ജുഡീഷ്യൽ ആക്ടിവിസം എന്ന് പറയുന്ന സംഭവത്തിനകത്താണ് ഏത് കാറ്റഗറി ഉൾപ്പെടുന്നത്, ഈ പൊതു താല്പര്യ ഹർജി എന്ന് പറഞ്ഞിരിക്കുന്ന സംഭവം വരുന്നത്. ഇത് NCERT ഓറിയന്റ് ചെയ്തിട്ടാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. എന്താണ് ജുഡീഷ്യൽ ആക്ടിവിസം? ജുഡീഷ്യൽ ആക്ടിവിസം മനുഷ്യാവകാശ ധ്വംസനം നടക്കുകയും നിയമനിർമ്മാണ കാര്യനിർവഹണ വിഭാഗങ്ങൾ കണ്ടില്ലെന്ന് നടിക്കുകയും ആണെങ്കിൽ ജുഡീഷ്യറി ഇടപെടുന്നതിനെയാണ് എന്തെന്ന് പറഞ്ഞത്, ജുഡീഷ്യൽ ആക്ടിവിസം എന്ന് പറഞ്ഞിരിക്കുന്നത്. അതായത് മനുഷ്യാവകാശം ലംഘനം അവിടെ സംഭവിച്ചു, നിയമനിർമ്മാണ കാര്യനിർവഹണ വിഭാഗങ്ങൾ അതായത് ജുഡീഷ്യറിയും എക്സിക്യൂട്ടീവും കണ്ടില്ലെന്ന് നടിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ജുഡീഷ്യറി ഇടപെടുന്നതിനെയാണ് എന്തെന്ന് പറഞ്ഞത്, ജുഡീഷ്യൽ ആക്ടിവിസം എന്ന് പറഞ്ഞത്. മനസ്സിലാവുന്നുണ്ടോ പറയുന്ന കാര്യം? അതായത് മനുഷ്യാവകാശ ലംഘനം നടക്കുകയും പിന്നെ നിയമനിർമ്മാണ കാര്യനിർവഹണം, അതായത് ബാക്കി 3, അതായത് ടോട്ടലി 3 കാറ്റഗറീസ് ആണല്ലോ നമുക്ക് ഉള്ളത്. ഏതൊക്കെ? നിയമം നിർമ്മിക്കുന്നത്, കാര്യനിർവഹണം ആൻഡ് ജുഡീഷ്യൽ. അതായത് നിയമനിർമ്മാണവും കാര്യനിർവഹണവും രണ്ടും ഒരു കാര്യങ്ങളും ചെയ്തിട്ടില്ല, പകരം ആര് ഓട്ടോമാറ്റിക്കലി ഇടപെടുന്നു അതിനകത്ത്, സുപ്രീം കോടതിയോ അല്ലെങ്കിൽ ജുഡീഷ്യറി ആ ഒരു സംഭവം ഇടപെടുന്നതിനെയാണ് എന്തെന്ന് പറഞ്ഞത്, ജുഡീഷ്യൽ ആക്ടിവിസം എന്ന് പറയുന്നത്. ജുഡീഷ്യൽ ആക്ടിവിസം പൊതു താല്പര്യ ഹർജി അഥവാ ജുഡീഷ്യറിയുടെ പ്രവർത്തനത്തിൽ സമൂല പരിവർത്തനങ്ങൾ കൊണ്ടുവരികയുണ്ടായി. അവ ജുഡീഷ്യറിയെ ജനപക്ഷത്തേക്ക് നയിച്ചു. ജുഡീഷ്യൽ ആക്ടിവിസം ഇന്ത്യയിൽ വ്യാപകമായത് പൊതു താല്പര്യ ഹർജി സോഷ്യൽ ആക്ഷൻ ലിറ്റിഗേഷൻ മുഖേന ആണ്. അപ്പൊ എന്താണ് ജുഡീഷ്യൽ ആക്ടിവിസം ഇന്ത്യയിൽ വ്യാപകമായത് പൊതു താല്പര്യ ഹർജി സോഷ്യൽ ആക്ഷൻ ലിറ്റിഗേഷൻ മുഖേനയാണ്. അപ്പൊ ടോട്ടലി എങ്ങനെയാണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം, ഈ പറഞ്ഞിരിക്കുന്ന പൊതു താല്പര്യ ഹർജി എന്ന് പറയുന്നത് ജുഡീഷ്യൽ ആക്ടിവിസത്തിന്റെ ഒരു ടൂൾ ആണെന്ന് വേണമെങ്കിൽ പറയാവുന്നത് ആണ്. എന്താണ് പൊതു താല്പര്യ ഹർജി എന്നും അതൊക്കെ നമുക്ക് നോക്കാം. അപ്പൊ ജുഡീഷ്യൽ ആക്ടിവിസം ഇന്ത്യയിൽ വ്യാപകമായത് പൊതു താല്പര്യ ഹർജി സോഷ്യൽ ആക്ഷൻ ലിറ്റിഗേഷൻ മുഖേനയാണ്. സോഷ്യൽ ആക്ഷൻ ലിറ്റിഗേഷൻ മുഖേനയാണ്. ദിസ് ഇസ് വെരി ഇമ്പോർട്ടന്റ്, ഓർത്ത് വെച്ചേക്കണം. ഇനിയും ഇതിനകത്ത് സാധാരണയായി ഒരു പൗരന് ഏതെങ്കിലും വ്യക്തിപരമായ ആവലാതികൾ ഉണ്ടെങ്കിൽ
അത് കോടതിയെ സമീപിക്കാവുന്നതാണ്. എന്നാൽ 1979 ഈ ധാരണയ്ക്ക് മാറ്റം സംഭവിച്ചു. കോടതിയെ ഒരു പുതിയ പ്രവണതയ്ക്ക് രൂപം നൽകി. പരാതിയുള്ള വ്യക്തിക്ക് മാത്രമല്ല, പരാതിക്കാരന് വേണ്ടി മറ്റും സമൂഹ പ്രവർത്തകർക്കും സന്നദ്ധ സംഘടനകൾക്കും പൊതുവിഷയങ്ങളിൽ താല്പര്യമുള്ളവർക്കും കോടതിയെ സമീപിക്കാവുന്ന അവസ്ഥ നിലവിൽ വന്നു. ഏത് വർഷത്തോടു കൂടിയിട്ടാണ്? 1979 കൂടിയിട്ടാണ്. ഇത്തരം കേസുകളിൽ ഒരു പൊതു താല്പര്യം അടങ്ങിയിട്ടുള്ളതിനാൽ ഇതിനെ എന്തെന്ന് പറയുന്നു? പൊതു താല്പര്യ ഹർജി എന്ന പേരിൽ അറിയപ്പെടുന്നു. സാമൂഹിക ബോധമുള്ള പൗരന്മാരും സന്നദ്ധ സംഘടനകളും പൊതു താല്പര്യമുള്ള അനേകം കേസുകളുമായി കോടതിയെ സമീപിച്ചു. അങ്ങനെ പൊതു താല്പര്യ ഹർജി ജുഡീഷ്യൽ ആക്ടിവിസത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉപാധിയായി മാറി. ജുഡീഷ്യൽ ആക്ടിവിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യ അവകാശ ലംഘനം അവിടെ സംഭവിക്കുകയും എക്സിക്യൂട്ടീവും പിന്നെ നിയമനിർമ്മാണവും അവിടെ നോക്കുകുത്തിയായിട്ട് ഇരിക്കുന്ന ടൈമിൽ ആര് കയറി ഇടപെടുന്ന അവസ്ഥയ്ക്ക് പറയുന്ന പേരാണ്, ജുഡീഷ്യറി കയറി ഇടപെടുന്ന അവസ്ഥയ്ക്ക് പറയുന്ന പേരാണ് ജുഡീഷ്യൽ ആക്ടിവിസം എന്ന് പറഞ്ഞത്. ജുഡീഷ്യൽ ആക്ടിവിസത്തിന്റെ ഒരു ടൂളാണ് ഈ പറയുന്ന പൊതു താല്പര്യ ഹർജി എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇനി ഇതിന് ഗുണവും ഉണ്ട്, ദോഷങ്ങളും ഉണ്ട്. ഒരേ സമയം ക്രിയാത്മകവും ഉണ്ട്, ദോഷകരവുമായ മാറ്റങ്ങൾ സൃഷ്ടിക്കുകയുണ്ടായി. ജുഡീഷ്യറിയുടെ പ്രവർത്തനങ്ങൾക്ക് ഇത് സമൂല മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അതായത് ഇതിനകത്തുള്ള എന്താണ് പറഞ്ഞിരിക്കുന്നത്, ഗുണങ്ങൾ എന്തൊക്കെയാണെന്നാണ് ഫസ്റ്റില് പറയുന്നത്. എന്താണ് ഗുണങ്ങൾ? അതായത് പൊതു താല്പര്യ ഹർജിയിലൂടെ കോടതി അവകാശങ്ങൾ എന്ന ആശയത്തെ വികസിപ്പിച്ചു. ശുദ്ധവായു, ശുദ്ധജലം, മാന്യമായ ജീവിതം തുടങ്ങിയ സമൂഹത്തിലെ മൊത്തം അവകാശമായി മാറി. ശുദ്ധവായുവും ശുദ്ധജലവും മാന്യമായ ജീവിതവും ഒക്കെ ഒരു സോഷ്യൽ പ്രശ്നമായിട്ട് അല്ലെങ്കിൽ സാമൂഹിക പ്രശ്നമായിട്ട് മാറിയതോട് കൂടിയിട്ട് പൊതു താല്പര്യ ഹർജിയിലൂടെ എന്ത് ചെയ്തു? ഒരു ഫണ്ടമെന്റൽ റൈറ്റ് എന്ന് പറഞ്ഞിരിക്കുന്ന അവകാശത്തെ എന്ത് ചെയ്തിട്ടുണ്ട്? ഡെവലപ്പ് ചെയ്തു, കുറച്ചുകൂടെ വികസിപ്പിച്ചു. അപ്പൊ നമ്മൾ കൂടുതലായിട്ടും ഈ പുകവലി നിരോധനം, പിന്നെ ഇന്റർനെറ്റ് ഒരു മൗലിക അവകാശം, ശുദ്ധവായു, അങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങളും ആർട്ടിക്കിൾ 21 സഹായത്തോടു കൂടിയിട്ട് പൊതു താല്പര്യ ഹർജി പ്രകാരമാണ് പല കേസുകളും ഫണ്ടമെന്റൽ റൈറ്റിനകത്ത് മാറ്റങ്ങൾ വരുത്തിയിരിക്കുന്നത്. ഓക്കെ അല്ലേ? ഇനി പൊതു താല്പര്യ ഹർജിയിലൂടെ ദരിദ്രർക്കും കഷ്ടത അനുഭവിക്കുന്നവ മറ്റു വിഭാഗങ്ങൾക്കും പരാതി സമർപ്പിക്കുന്നതിന് കോടതിയെ സമീപിക്കാൻ കഴിയുന്നു. അതായത് പൈസയൊന്നും ഇല്ല നമ്മൾക്ക് കോടതിയിൽ പോവാൻ എങ്കിൽ ആരായിരിക്കും ഈ പറയുന്ന പൊതു താല്പര്യ ഹർജി ഉണ്ടെങ്കിൽ പാവപ്പെട്ടവർക്കും കോടതിയെ സമീപിക്കാൻ കഴിയുന്ന ഒരു അവസ്ഥയാണ് വന്നിരിക്കുന്നത്. എക്സിക്യൂട്ടീവിന്റെ അതിന്റെ ഉത്തരവാദിത്തം നിറവേറ്റാൻ ജുഡീഷ്യൽ ആക്ടിവിസം നിർബന്ധിതമാക്കി. അതായത് ഈ എക്സിക്യൂട്ടീവ്സ് ഒക്കെ പല കാര്യങ്ങളും റെസ്പോണ്ട് ഇല്ലാതെ ഇരിക്കുന്ന ടൈമില് ഈ ജുഡീഷ്യൽ ആക്ടിവിസം മസ്റ്റ് ആയിട്ടും ചെയ്യുന്നത് മൂലം ഇവർക്ക് എന്ത് ചെയ്യുന്നതായിട്ട് വന്നു? അവരവരുടെ ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റി ചെയ്യേണ്ടതായിട്ട് വന്നു. ദിസ് ഇസ് പോസിറ്റീവ് ഇമ്പാക്ട് ഓൺ ജുഡീഷ്യൽ ആക്ടിവിസം എന്ന് പറയുന്നത്. ഇനി രാഷ്ട്രീയ വ്യവസ്ഥയിൽ ഗണ്യമായ സ്വാധീനം ചെലുത്തി. തെരഞ്ഞെടുപ്പ് വ്യവസ്ഥയെ സ്വതന്ത്രവും നീതിയുക്തവും ആക്കി. സ്ഥാനാർത്ഥികളുടെ അവരുടെ സ്വത്തും വരുമാനവും വിദ്യാഭ്യാസ യോഗ്യതകളും വെളിപ്പെടുത്തിക്കൊണ്ടുള്ള സത്യവാങ്മൂലം നൽകണമെന്ന് കോടതി ആവശ്യപ്പെടുന്നത് ഏതിന്റെ പിൻബലത്തോടു കൂടിയിട്ടാണ്? ജുഡീഷ്യൽ ആക്ടിവിസം അഥവാ പൊതു താല്പര്യ ഹർജി പ്രകാരമാണ് അവരുടെ സ്വത്തും വരുമാനവും വിദ്യാഭ്യാസ യോഗ്യതയും. അതുകൊണ്ടാണ് ഓരോ സ്ഥാനാർത്ഥികളും മത്സരിക്കുന്ന ടൈമിൽ ഇവർക്ക് ഇത്ര വിദ്യാഭ്യാസ യോഗ്യതയില്ല, അവർക്ക് ഇത്ര വരുമാനമുണ്ട്, ഒരു സ്വത്ത് ഉണ്ട്, അതെന്നൊക്കെ പറഞ്ഞിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത് എന്തുകൊണ്ടാണ്? ജുഡീഷ്യൽ ആക്ടിവിസത്തിന്റെ ഒരു പ്ലസ് പോയിന്റ് ആണ്. അപ്പൊ ഈ 4 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഇവിടെ നമ്മൾ കണ്ടത്. ക്ലിയർ? അപ്പൊ 4 ഞാൻ ഒന്നുകൂടെ പറയാം, ശ്രദ്ധിക്കുക. ശുദ്ധമായ വായു, ശുദ്ധമായ ജലം, മാന്യമായ ജീവിതം തുടങ്ങിയ ഉള്ള കാര്യങ്ങൾക്കകത്ത് കുറച്ചും കൂടെ സോഷ്യൽ ഇമ്പാക്ട് വന്ന് ഫണ്ടമെന്റൽ റൈറ്റിനെ കോടതിപരമായിട്ട് കൂടുതൽ വികസിപ്പിക്കാൻ വേണ്ടിയിട്ട് ഈ ഓട്ടോമാറ്റിക്കലി റിട്ട് പോലെയൊക്കെയുള്ള കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ സുപ്രീം കോടതിക്കും ഹൈക്കോടതിക്കും ഒക്കെ കുറച്ചും കൂടെ പ്രാധാന്യത്തോടെ ഈ ഒരു ഫണ്ടമെന്റൽ റൈറ്റിനെ എക്സ്പാൻഡ് ചെയ്യാനുള്ള കാര്യം ഇതിനകത്തൂടെ വന്നു, ജുഡീഷ്യൽ ആക്ടിവിസത്തിലൂടെ വന്നിട്ടുണ്ട്. ഇനി അത് കൂടാതെ പരാതി സമർപ്പിക്കുന്നതിന് കോടതിയെ സമീപിക്കാൻ പാവപ്പെട്ടവർക്കും പറ്റുന്നതായിട്ടുണ്ട്, ആൾക്കാർ ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നത് കൊണ്ട്. ദെൻ എക്സിക്യൂട്ടീവിനെ അതിന്റെ ഉത്തരവാദിത്തം നിറവേറ്റാൻ ജുഡീഷ്യൽ ആക്ടിവിസം. അപ്പൊ എന്ത് ചെയ്തു? ഈ 2 കൂട്ടർക്കും, എക്സിക്യൂട്ടീവ്സിനും ആർക്കും കൊടുത്തു? രാഷ്ട്രീയ വ്യവസ്ഥയിൽ ഗണ്യമായ സ്വാധീനം ചെലുത്തി. കാരണം അവരുടെ സ്വത്തും വരുമാനവും വിദ്യാഭ്യാസ യോഗ്യതയും ഒക്കെ സത്യവാങ്മൂലം നൽകണമെന്ന് കോടതി ആവശ്യപ്പെടുകയുണ്ടായി. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ മനസ്സിലായോ? ഇതെല്ലാം ഏതിന്റെ അണ്ടറിൽ വരുന്നതാണ്? ജുഡീഷ്യൽ ആക്ടിവിസത്തിന്റെ അണ്ടറിൽ വരുന്നതാണ്. ഇനിയും നമുക്ക് അടുത്തായിട്ട് ഇതിന്റെ ദോഷങ്ങൾ എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കോടതിയുടെ ജോലി ഭാരത്തെ വർദ്ധിപ്പിക്കുന്നുണ്ട്. അല്ലെ? ശരിയല്ലേ? അതായത് പണ്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിയിൽ പൈസ ഉള്ളവർ മാത്രമല്ല കേസിനൊക്കെ പോത്തുള്ളായിരുന്നു. ഇപ്പൊ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജുഡീഷ്യൽ ആക്ടിവിസം കോടതിയുടെ ജോലി ഭാരത്തെ വർദ്ധിപ്പിക്കുന്നു. അപ്പൊ ഇഷ്ടം പോലെ കേസുകളാണ്.
ജുഡീഷ്യൽ ആക്ടിവിസം ഗവൺമെന്റിന്റെ വ്യത്യസ്ത ഘടകങ്ങൾക്കിടയിലുള്ള അതിർവരമ്പുകൾ മാച്ചുകളയുന്നു. ജുഡീഷ്യൽ ആക്ടിവിസം ഗവൺമെന്റിന്റെ വ്യത്യസ്ത ഘടകങ്ങൾക്കിടയിലുള്ള അതിർവരമ്പുകൾ മാച്ചുകളയുന്നു. ദെൻ കോടതി ഇടപെടുന്ന പല വിഷയങ്ങളും യഥാർത്ഥത്തിൽ എക്സിക്യൂട്ടീവുകൾ നിർവഹിക്കേണ്ടതാണ്. ഇല്ലേ? ഇപ്പൊ നമ്മൾ എന്ത് പറഞ്ഞാലും നമ്മൾ ആൾക്കാർ കോടതിയിൽ വെച്ച് കാണാം എന്നിട്ട് വല്ലേ പറയുന്നത്. എന്തുകൊണ്ടാണ്? ഉദ്യോഗസ്ഥന്മാരെല്ലാം മിക്ക കേസുകൾക്ക് അതും കണ്ണടയ്ക്കും. സോ കോടതി മാത്രം അവർക്ക് പേടിയുണ്ട്. സോ കോടതിയിൽ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഓരോ പ്രാവശ്യം കയറി ഇറങ്ങേണ്ടതൊക്കെ ഓർത്തു കഴിഞ്ഞിട്ട് എക്സിക്യൂട്ടീവ്സ് കുറെ കാര്യങ്ങളൊക്കെ ചെയ്യും. കോടതി ഇടപെടുന്ന പല വിഷയങ്ങളും യഥാർത്ഥത്തിൽ ആര് ചെയ്യേണ്ടതാണ്? എക്സിക്യൂട്ടീവ് ചെയ്യേണ്ടതാണ്. എക്സിക്യൂട്ടീവിന്റെ അധികാരത്തിൽ ജുഡീഷ്യറി ഇടപെടുമ്പോൾ പലപ്പോഴും ഇരു വിഭാഗങ്ങളും തമ്മിൽ സംഘർഷത്തിന് ഇടവരുന്നു. അതൊരു ദോഷവശമാണ്, അല്ലെ? അതായത് ഈ പറയുന്ന മൂന്ന് വിഭാഗവും ഒരേപോലെ വർത്തിച്ചെങ്കിൽ മാത്രമേ ജനങ്ങൾക്ക് സ്വസ്ഥമായിട്ടും സുരക്ഷിതമായിട്ടും അവരവരുടെ വീടുകളിൽ കിടന്ന് ഉറങ്ങാൻ സാധിക്കത്തുള്ളൂ. പക്ഷെ ശരിക്കും നമ്മൾ എന്താണ്, ഒരാള് മറ്റൊരാളെ തഴയുന്ന പ്രതീതിയാണ് ഏത് മൂലം സംഭവിക്കുന്നത്? ജനങ്ങൾ പരാതി കൊടുക്കുന്ന ടൈമിൽ കോടതിക്ക് അത് ചോദ്യം ചെയ്യാൻ വേണ്ടിയിട്ട് ആൻസേഴ്സ് ഒക്കെ കൊടുക്കേണ്ടത് ആരായിട്ട് വരും? എക്സിക്യൂട്ടീവ്സ് ആയിട്ട് വരും. സോ കോടതിയും എക്സിക്യൂട്ടീവ്സും തമ്മിൽ മിക്കപ്പോഴും ഒരസിൽ ഉണ്ടാവേണ്ടി വരും, സംഘർഷം ഉണ്ടാവേണ്ടി വരും. ഉദാഹരണത്തിന് അന്തരീക്ഷ മലിനീകരണവും ശബ്ദ മലിനീകരണവും കുറയ്ക്കുക. അതായത് നമ്മൾ ഈ സ്പീക്കർ പോലെയൊക്കെയുള്ള പല കാര്യങ്ങളും ഇപ്പം കുറെ അധികം 10 മണിക്ക് ശേഷം പറ്റത്തില്ല, ഒരു കുറെ കാര്യങ്ങളൊക്കെ പിന്നെ റെഗുലേഷൻസ് വന്നിട്ടുണ്ടല്ലോ. അന്തരീക്ഷ മലിനീകരണം, അഴിമതി കേസുകളെ കുറിച്ചുള്ള അന്വേഷണം നടത്തുക, തെരഞ്ഞെടുപ്പ് പരിഷ്കരണം കൊണ്ടുവരിക എന്നിവയൊന്നും ജുഡീഷ്യറിയുടെ പരിധിയിൽ പെടുന്നവയല്ല. അതായത് ഈ പറയുന്ന കേസുകളൊന്നും പണ്ട് ആരുടെ പരിധിയിൽ പെടുന്നവയല്ലായിരുന്നു? നമ്മുടെ ജുഡീഷ്യറിയുടെ പരിധിയിൽ പെടുന്നവയല്ലായിരുന്നു. അന്തരീക്ഷ മലിനീകരണം, ശബ്ദ മലിനീകരണം, അഴിമതി കേസുകളെ കുറിച്ചുള്ള അന്വേഷണം, തെരഞ്ഞെടുപ്പ് പരിഷ്കരണം കൊണ്ടുവരിക ഇവയൊന്നും നിയമനിർമ്മാണ സഭയുടെ തീരുമാനത്തിന് വിധേയമായി എക്സിക്യൂട്ടീവ് നടത്തേണ്ട പ്രവർത്തനങ്ങളാണ് അവ. അതിനാൽ ജുഡീഷ്യൽ ആക്ടിവിസം ഗവൺമെന്റിന്റെ മൂന്ന് വിഭാഗങ്ങളുടെ സന്തുലനാവസ്ഥയെ ദുർബലപ്പെടുത്തുന്നു എന്ന വിമർശനം നിലനിൽക്കുന്നുണ്ട്. അതായത് ഈ കാര്യങ്ങളിലൊക്കെ ഇപ്പൊ ആര് ഏറ്റെടുക്കുന്നുണ്ട്? അന്തരീക്ഷ മലിനീകരണം, ശബ്ദ മലിനീകരണം എല്ലാം കോടതിയുടെ വിധിയുണ്ട്, കോടതി പകർപ്പുണ്ടെന്ന് പറഞ്ഞിട്ടല്ലേ എല്ലാ കേസിനകത്തും ആൾക്കാർ ഇപ്പൊ പറയുന്നത്, അല്ലെ? ഇപ്പൊ റെഗുലർ ഒരു ടേം ആണ് കോടതി എന്ന് പറയുന്ന സംഭവം. ചുരുക്കത്തിൽ ജുഡീഷ്യൽ ആക്ടിവിസം നിയമനിർമ്മാണ സഭയുടെയും എക്സിക്യൂട്ടീവിന്റെയും അധികാരത്തിന്മേലുള്ള കോടതികളുടെ കടന്നുകയറ്റമാണെന്നും അത് ജനാധിപത്യ വ്യവസ്ഥയുടെ നിലനിൽപ്പിനെ ചോദ്യം ചെയ്യുന്നു എന്നും വിമർശകർ കാണിക്കുന്നു. ആരുടേതാണ്? അതായത് ജുഡീഷ്യൽ ആക്ടിവിസം നിയമനിർമ്മാണ സഭയുടെയും എക്സിക്യൂട്ടീവിന്റെയും അധികാരത്തിന്മേലുള്ള കോടതിയുടെ കടന്നുകയറ്റമാണ് എന്നും, അതായത് നമ്മൾക്ക് പിന്നെ നിയമം നിർമ്മിക്കുന്ന ആൾക്കാരും അതിന്റെ പരിപാലിക്കുന്ന ആൾക്കാരുടെയും അധികാരത്തിന്മേലുള്ള കോടതിയുടെ കടന്നുകയറ്റം എന്നാണ് ബാക്കിയുള്ളവർ പറയുന്നത്. അപ്പൊ അത് ജനാധിപത്യ വ്യവസ്ഥയുടെ നിലനിൽപ്പിനെ ചോദ്യം ചെയ്യുന്നു എന്ന് ആര് പറയുന്നുണ്ട്? വിമർശകർ പറയുന്ന കാര്യമാണ് അങ്ങനെ. പിന്നെ പൊതു താല്പര്യ ഹർജി ഇപ്പൊ എല്ലാത്തിനകത്തും ഒന്ന് കൊണ്ട് കൊടുക്കുന്നതുകൊണ്ട് അതിന്റെ വാല്യൂസും ഇപ്പൊ അടിക്കടി കുറഞ്ഞു വരികയാണ്. പിന്നെ സമൂഹത്തില് അധർമ്മങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ ചൂണ്ടിക്കാണിക്കണമല്ലോ, പാവപ്പെട്ടവർക്കും ജീവിക്കണമല്ലോ. അപ്പൊ ഇവിടുത്തെ ആൻസർ എന്താണ്? പൊതു താല്പര്യ ഹർജി, മൂന്നാം കക്ഷി വ്യവഹാര ഫണ്ടിനെ കുറിച്ച് താഴെ പറയുന്നവയിൽ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ആയിട്ട് വരുന്നത്. അപ്പൊ ഇത് നിങ്ങൾക്ക് നല്ലതായിട്ട് മനസ്സിലായോ? സംഭവം എന്താണ്, പൊതു താല്പര്യ ഹർജി എന്താണ്, ഇതുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ. ഇപ്പം ഇതിനകത്ത് ഓൾറെഡി ഈ പറഞ്ഞിരിക്കുന്ന ഉത്ഭവ അധികാരമൊക്കെ നമുക്ക് അടുത്ത ദിവസം പഠിക്കാം. ഈ 3 കേസ് കറക്റ്റ് ആയിട്ടൊന്ന് പഠിച്ചു വെച്ചേക്കണം. ഇതാണ് ഇന്നത്തെ റാങ്ക് മേക്കിംഗ് ആയിട്ട് വരാൻ പോകുന്നത്. ഓക്കെ, നന്നായിട്ട് എത്ര ടൈംസ് വായിക്കണം? 2 ടൈംസ് ഈ PDF എടുത്ത് വെച്ച് വായിക്കണേ. ഓക്കെ, താങ്ക് യു.